ചോളവും കപ്പയും മാത്രമല്ല മൂന്നാലഞ്ച് ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐറ്റംസ് ഉണ്ട്. എത്ര നാളായിട്ട് ഇത് കൊടുക്കുന്നുണ്ട്? ഇതിപ്പോ ഞാനിപ്പോ ഒരു വർഷത്തിൽ കൂടുതലായി സാധനം കൊടുക്കുന്നത്. ഒരു വർഷത്തിൽ കൂടുതലായി. അല്പം ഓക്കെ. എങ്ങനെയുണ്ട് ഇത് കൊടുത്തിട്ട്? പാല് നല്ല കൊഴുപ്പുണ്ട്. 3D റെഡ് കൂടുതൽ ബ്ലഡ് കൊണ്ട് ഈ സാധനം കൊടുത്താൽ മതി. പ്ലേറ്റ്ലെറ്റ് ഉള്ള കാണിക്കാം. ഓക്കെ. അപ്പൊ ഇത് കൊടുത്തിട്ട് എങ്ങനെയുണ്ട്? അത് നല്ല കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്താ ഇങ്ങനത്തെ സാധനം എടുക്കാം. എന്താ പ്രിംഗിൾസിന്റെ ഒരു സംഭവം സാധനം എടുത്തിട്ട് ഇതിനകത്ത് നമുക്ക്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ പേര്? സതീഷ് കുമാർ. സതീഷ് കുമാർ അല്ലേ? നമ്മുടെ ഈ ലൊക്കേഷൻ ഒന്ന് പറയാമോ? നമ്മുടെ കുന്നത്തേരി എന്ന് പറയും. ആലുവ കറക്റ്റ് 3 കിലോമീറ്റർ. മുട്ടൻ ചാടിനൊക്കെ തൊട്ട് പുറകിലായിട്ട്. അപ്പൊ നമുക്കൊരു തീറ്റ നമ്മൾ പരിചയപ്പെടുത്താണല്ലേ? ഇവിടെ കൊടുക്കുന്ന തീറ്റ അല്ലേ? അതെ. ഒരു ഇച്ചിരി കൈ എടുക്കാവോ? കുറച്ചെടുത്തായി. ഇത് കപ്പയും മിക്സ് ആണല്ലേ? മിക്സ്. ചോളത്തിന്റെ തൊണ്ടും ചോളത്തൊണ്ടും കപ്പയും കൂടി മിക്സ് ആണ്. ചോളവും കപ്പയും മാത്രമല്ല, 3-4 ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐറ്റംസ് ഉണ്ട്. എത്ര നാളായിട്ട് ഇത് കൊടുക്കുന്നുണ്ട്? ഇതിപ്പോ ഞാനിപ്പോ ഒരു വർഷത്തിൽ കൂടുതലായി സാധനം കൊടുക്കുന്നത്. ഒരു വർഷത്തിൽ കൂടുതലായി. അല്പം. ഓക്കെ. എങ്ങനെയുണ്ട് കൊടുത്തിട്ട്? പാല് നല്ല കൊഴുപ്പുണ്ട്. ആണോ? പാലിനോട് കൊണ്ടുവരുന്ന വേറെ ഇത് തിന്നാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടില്ല? ഒരു ബുദ്ധിമുട്ടില്ല. നന്നായിട്ട് കഴിക്കണ്ട്. ഇത് ഇപ്പൊ കറവ പശുവിന് മാത്രമാണോ അതോ മറ്റു പശു? എല്ലാത്തിനും കൊടുക്കണ്ട്. എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 10 ലിറ്റർ പാലുള്ള പശു ആണെങ്കിൽ എന്തോരം കൊടുക്കുന്നുണ്ട്? ഞാൻ 3 കിലോളം ഇതും തിരി കുറച്ച് അപ്പൊ കുറക്കും. ആണല്ലേ? തിരി കുറച്ച് കൊടുക്കണം. തിരി എന്തോരം അപ്പൊ കുറയ്ക്കാൻ പറ്റും? തിരി ഞാനിപ്പോ ആദ്യം 3 പാത്രം, ഈ പാത്രത്തിന് 3 പാത്രം കൊടുത്തു. ഈ പാത്രത്തിൽ 3 പാത്രം തിരി കൊടുത്തു ഒരു പശുവിന്. ആണല്ലേ? ഇപ്പൊ അത് 1.5 അത് കുറച്ചിട്ട് 1.5 കുറച്ചു. 1.5 കുറച്ച്. അതായത് പകുതിയായിട്ട് കുറച്ചു. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ഈ ഒരു ചാക്ക് 50 കിലോ ആണോ? അത് 45 കിലോ? 40 കിലോ. 40 കിലോ അല്ലേ? പ്രത്യേകിച്ച് കോട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ, സൈലേജ് പോലെ തന്നെ. അവര് അത് പാക്ക് ചെയ്ത് തന്നെ ഉള്ളില് കെട്ടി കണ്ടീഷൻ ആയിട്ട് ഏറ് കിടക്കില്ല. അത് ഏറ് കയറില്ല. അവര് 20 ദിവസമാണ് അവര് പറയണതിനെ. ഓക്കെ. അതിന്റെ പേരെന്താ? ആർക്കി ആനിമൽ ഫീഡ് അല്ലേ? ആനിമൽ ഫീഡ്സ്. ഓക്കെ. അപ്പൊ അത് പശുവിന് മാത്രമല്ല മറ്റുള്ള. അപ്പൊ ഇത് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചേട്ടന്റെ അഭിപ്രായം? ആരോഗ്യം നല്ല ഇതായിട്ട് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് പശുക്കളൊക്കെ. ആരോഗ്യമുണ്ട്. പിന്നെ പാല് കുഴപ്പമില്ല. പാല് എന്തെങ്കിലും ഇച്ചിരി കൂടുതലും ചെയ്തിട്ടുണ്ടോ? പാല് ആദ്യം ഞാൻ കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് കുറവായിരുന്നു. പിന്നെ കുറച്ച് കൂടി. ഈ കപ്പയുടെ തൊള്ളുകൊണ്ട് കൂടുന്നു. നമുക്കിപ്പോ 40 കിലോക്ക് എന്താ വന്ന റേറ്റ്? ഇതിപ്പോ 500 ആണ് നമ്മുടെ മേടിക്കുന്നത്. ഇവിടെ കൊണ്ട് തരും. ഇവിടെ കൊണ്ട് തന്നെ 500 അല്ലേ? അപ്പൊ നമ്മള് ഒരു മാസത്തേക്ക് എന്തോരം ചാക്ക് എടുക്കുന്നു? ഒരു മാസത്തേക്ക് ഞാൻ ചെറുപ്പം 10 എടുത്ത് വയ്ക്കും. 10 കൊണ്ട് നമുക്കിപ്പോ എത്ര പശുണ്ട് മൊത്തം? ഇപ്പൊ നമുക്ക് 4 വലിയ പശുക്കളുണ്ട്. അപ്പൊ 4 വലിയ പശുക്കളും പിന്നെ 3 കുട്ടികളുണ്ട്. അപ്പൊ 2 പോത്തുണ്ട്. പോത്തിനെ കൊടുക്കണ്ട്. ആണല്ലേ? ഓക്കെ. പോത്തിന് ഇത് അതിനകത്ത് 2 പാത്രം കൊടുക്കുള്ളൂ. ഇത് 2 പാത്രം എല്ലാത്തിനും കൊടുക്കത്. പോത്തിന് കൊടുത്തിട്ട് എങ്ങനെയുണ്ട്? പോത്തിന് കൊടുത്തിട്ട് പോത്തിന് നല്ല ഗുണം ചെയ്യുന്നുണ്ട്. ആണല്ലേ? അപ്പൊ നമ്മള് കൈത്തീറ്റാണ് കൊടുക്കുന്നത്. നമുക്ക് അധികം റേറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊടുക്കണം. അധികം റേറ്റ് ഇല്ലാത്തതുകൊണ്ട്. ഇപ്പൊ എത്ര നാളായിട്ട് ചേട്ടൻ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയപ്പോ? ശരിക്കും ഞാനിപ്പോ ഒരു വർഷമായി. അന്ന് നമുക്ക് പശുവിന്റെ അടുത്ത് പോയല്ലോ. ഇതിനു മുമ്പ് അപ്പൊ എന്താ ചെയ്തായിരുന്നു? ഇതിനു മുമ്പ് ഞാൻ പ്രവാസി 5 വർഷം ദുബായിലായിരുന്നു. ഗൾഫ് റിട്ടേൺ ആണ്. അവിടെ നിന്ന് വന്നിട്ട് തുടങ്ങിയ പരിപാടി. ആദ്യം ഒരു പശു തുടങ്ങിയത്. ഒരു പശുവിൽ 4 വർഷം മുമ്പ്. 4 വർഷം മുമ്പ് ഇതിലേതായിരുന്നത്? അല്ല അതില്ല കൊടുത്തേ. ഓക്കെ. എന്നിട്ട് പിന്നെ ഈ 4 വർഷത്തിന് മുമ്പ് ആ ഒരെണ്ണത്തിൽ തുടങ്ങിയിട്ട് പിന്നെ അത് കുഴപ്പമില്ലെന്ന് തോന്നി എനിക്ക്. 65,000 കൊടുത്ത് മേടിച്ചു വന്നിട്ട് അതുമ്പോൾ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒരെണ്ണത്തിനും എടുത്ത്. അത് ഏതായിരുന്നു? ജേഴ്സി തന്നെ എടുക്കണേ. ജേഴ്സി തന്നെയായിരുന്നു. HF നമുക്കാണ് പിടിക്കണല്ല. HF ആണ് പിടിക്കണല്ല. HF പിടിക്കുന്നത് ജേഴ്സി ക്രോസുകളൊക്കെ ആണ്. ഇത് നാടൻ ജേഴ്സി ക്രോസ്. അതും നാടൻ ജേഴ്സി ക്രോസ്. ഓക്കെ. അത് മാത്രം ചെറിയ വ്യത്യാസം. പക്ഷെ നല്ല പാലും നല്ല കൊഴുപ്പുള്ള പാലും നല്ല ആണല്ലേ? ഓക്കെ. പിന്നെ ഇത് നമ്മുടെ ഇവിടെ വളർന്ന കുഞ്ഞാണ്. ഇവിടെ ഉണ്ടായ കുട്ടിയാണ്. ഇവിടെ ഞാൻ 2ാമത് പഠിച്ച പശുവിന്റെ കുഞ്ഞാണ്. അങ്ങനെ. അതിനെ വളർത്തി വലുതാക്കി. ഈ മേഖല തെരഞ്ഞെടുക്കാൻ എന്താ കാരണം? ഇത് എന്റെ വീട്ടില് പണ്ട് മുതല് പശു വളർത്തലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതിപ്പോ പശു മാത്രമല്ല, എല്ലാം ഉണ്ട്. താറാവ്, കോഴി, ആട് എല്ലാം ഉണ്ട്. എത്ര താറാവുണ്ട്? താറാവ് 130 ഉണ്ട്. അത്ര ഉണ്ട്. ഇതൊക്കെ തുടക്കം എങ്ങനെയായിരുന്നു അതിന്റെ താറാവൊക്കെ ചെറുപ്പത്തിലുണ്ട് വീട്ടില്. അല്ല, ഈ ഒരു 4 വർഷം മുമ്പ് തുടങ്ങിന്ന് പറഞ്ഞു, നമ്മുടെ പശു വളർത്ത് തുടങ്ങിന്ന് പറഞ്ഞു. അപ്പോഴേ അത്രയും ഇതുണ്ടായിരുന്നു, താറാവുണ്ടായിരുന്നു. അപ്പൊ ആദ്യം 100 കുഞ്ഞിനെടുത്ത് ഞാൻ
100 കുട്ടി എടുത്തല്ലേ? ഓ അങ്ങനെ. പിന്നെ അതിന് തുടങ്ങിയതാ. ഓ അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ എപ്പോഴും 100, 150 ആ ഒരു കണ്ടീഷനിൽ. ഓക്കെ. ഞാൻ ഗൾഫിൽ ഒരു നല്ല ജോലി ആയിരുന്നെങ്കിൽ ഫാബ്രിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഫോർമാനായിട്ട് ജോലി ചെയ്തിരിക്കുകയാണ് കമ്പനിയിൽ. അപ്പൊ അത്രയും വലിയ വരുമാനത്തിൽ നിന്നും നമുക്ക് സ്വസ്ഥമായിട്ട് നമ്മുടെ ജീവിതം നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കും. ഉറപ്പായിട്ടും ഇത് മനസ്സിന് നല്ല ഹാപ്പിയാണ്. എപ്പോഴും നമുക്ക് നല്ല സന്തോഷം കിട്ടണം. ഇവരൊക്കെ വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്. അതെ അതെ അതെ. ഇപ്പൊ ഞാൻ വന്ന് നിന്നപ്പോ തന്നെ നക്കലും പിടുത്തമാണ്. ഇപ്പൊ നമ്മളെ പിടിച്ചിട്ട് നമ്മള് പാടത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മള് കെട്ടിപ്പിടിച്ച് മുമ്പ് കൊടുത്താലേ പോകുള്ളൂ. അത്ര സ്നേഹമാണ്. ഓക്കെ ചേട്ടൻ ഇപ്പൊ 3 കറവ പശുക്കളല്ലേ ഉള്ളൂ? 8 എണ്ണം വരെ ഉണ്ടായതാണ്. 8 പശു വരെ ഉണ്ടായതാണ്. 8 കറവയായിരുന്നോ അതോ? 8 കറവ ഉണ്ടായിരുന്നോ? 8 കറവ. അപ്പൊ അതിന്റെ ഇടക്ക് കുളമ്പ് അടിച്ച് കുറച്ച് ഡൗൺ ആയി പോയി. അപ്പൊ അതിനകത്ത് 2 മൂന്നര ഒഴിവാക്കി. ഈ പാടത്തേക്ക് വിടുന്നുണ്ട്. പാടത്ത് പല ജാതി പശുക്കളൊക്കെ വന്നാൽ പോത്തിനെയൊക്കെ കൊന്നു കിട്ടും ആൾക്കാര്. അന്നാണ് ഈ കുളമ്പ് വന്നിട്ട് നടക്കാൻ പറ്റാത്ത കണ്ടീഷനായിട്ട്. പിന്നെ പാലും പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോ വെള്ളം പറ്റി കഴിയുമ്പോ എടുക്കും, വീണ്ടും പശുവിനെ എടുക്കും. അത് മാറ്റി മറിക്കണ്ടിരിക്കും. പാലിന്റെ ഷോർട്ടേജ് വരുമ്പോ ഓരോന്നെടുക്കും. എത്രത്തോളം ഉത്പാദനം ഉണ്ട് നമുക്ക് ഈ തൊഴുത്തിൽ? ഇതിപ്പോ ഇതൊക്കെ രാവിലെ 5 കിട്ടുന്ന പശുക്കളാണ്. ഇത് 5 രാവിലെ, ഇത് 5, അത് 5, 3, 5 അങ്ങനെ 15 കാലത്ത്. ടോട്ടല് നമുക്കൊരു 25 കിട്ടും. 9 ലിറ്റർ. അപ്പൊ അതിനൊരു 15, 9, 24, 25 കിട്ടും അല്ലേ? അപ്പൊ അതിന്റെ വിൽപ്പനയൊക്കെ എങ്ങനെയാ? വിൽപ്പനയൊക്കെ ഇവിടെ നിന്ന് ആൾക്കാർ വാങ്ങിക്കൊണ്ടു. ഇവിടെ വന്ന് വാങ്ങിച്ചിട്ടുണ്ടോ? അതായത് നമ്മളിങ്ങനെ പശു ഉണ്ടെന്ന് അറിയാം, ഒരു ലിറ്റർ പോലും ബാക്കി ഉണ്ടാവില്ല. നമ്മള് ഇനിയും പശുവിനെ വളർത്തിയാലും വിറ്റ് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇനിയിപ്പോ ഒരു പശുവിനെ എടുത്താലും പാലും പോക്കോളും. ആൾക്കാർ ചോദിക്കുന്നത് ഇഷ്ടമാണ്. ഇപ്പൊ പലരും പറയുന്നത് പശു വളർത്തി കഴിഞ്ഞാൽ നമുക്ക് സമയമില്ല, എവിടെയും പോകാൻ സമയമില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് സമയമില്ല. അതിനെ എങ്ങനെയാ കാണണേ? അതിനങ്ങനെ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പാടത്തേക്ക് വിടണോണ്ട് ഇവരെ ഇപ്പൊ 8 മണിക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ പാടത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു 10 മണിയാകുമ്പോൾ ഒരു റിട്ടേൺ വരും. കാലത്ത് വിട്ടാൻ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ആ പറമ്പിൽ കയറി കിടന്നോളും. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടില്ല. അപ്പൊ അത് നമ്മളില്ലെങ്കിലും അവിടെ കയറി കിടന്നോളും. പിന്നെ കറവയൊക്കെ ആര് ചെയ്യണേ? കറവ ഞാൻ തന്നെയാണ്. അതായത് ഫുൾ പണി ഞാൻ തന്നെ. അത് നമ്മള് ഇത് ബുദ്ധിമുട്ടാൻ തയ്യാറായിട്ട് മാത്രമേ ഈ പാമ്പിന്റെ അതായത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ ഇതിന് ജോലി ചെയ്യാൻ തയ്യാറായിട്ട് മാത്രമേ പരിപാടിക്ക് ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. അല്ല, ഈ തുടക്ക സമയത്തൊക്കെ ഇതെങ്ങനെ പഠിച്ചെടുത്തേ? തുടക്ക സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പത്തിലെ വീട്ടില് ഇവിടെ പശു ഉണ്ടായിരുന്നു. പശുവിനും നമ്മള് ഇടയ്ക്ക് കറവയൊക്കെ നോക്കി നിൽക്കും. അങ്ങനെ ഒരു ദിവസം ഈ കറവക്കാരൻ ഉണ്ടായി ആദ്യം തുടങ്ങുമ്പോ കറവക്കാരൻ. പക്ഷെ അവൻ ഇതേപോലെ തന്നെ വെള്ളമൊക്കെ അടിച്ച് ചിലപ്പോ വരില്ല. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പൊ ഞാൻ തന്നെ സ്വയമായിട്ട് നമുക്ക് തട്ടാത്തനും കുത്താത്തനും കറന്ന് അത് പഠിച്ചെടുത്തു. ഇതിൽ ആരെങ്കിലും തട്ടുന്നുണ്ടോ? ഇല്ല, ഇവളുണ്ട്. ആള് ഇടയ്ക്ക് കാല് വെക്കും. അപ്പൊ കാല് കഴുകി കൊടുക്കും. പിന്നെ കുഴപ്പമില്ല. ഒരു നാടൻ സ്വഭാവം നാടൻ പശുവിന് ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടാവും. ഇടക്ക് ഒരു മുഷ്കി സ്വഭാവം കാണിക്കും. ഓക്കെ. ഇതിലിപ്പോ ഈ മറ്റേ കുളമ്പ് രോഗം വന്നപ്പോ ഉള്ളവർ ആരെങ്കിലും ഇവിടെ ഇപ്പൊ ഉണ്ടോ? കുളമ്പ് ഇവക്ക് ചെറുതായിട്ട് തേച്ചു, പക്ഷെ ഏറ്റില്ല. നാടനുള്ള ഗുണം ആ നാടൻ. ഓക്കെ, അതിന്റെ ഒരു പ്രതിരോധ ശേഷിയും കാര്യങ്ങളല്ലേ? ഓക്കെ. അവക്കും വന്നേയില്ല. ഓക്കെ. എന്തായാലും ഈ ക്രോസിനങ്ങളും നാടനൊക്കെ വരുമ്പോ അത്യാവശ്യം നമുക്ക് പിടിച്ചിരിക്കാം. അതിനകത്ത് തീറ്റ വളരെ കുറവാണ്. കാരണം ഇവര് പാടത്ത് ജസ്റ്റ് വെള്ളം കുടിക്കും, അത് കഴിക്കും. പാടത്ത് നിറച്ച് വെള്ളമാണല്ലോ, അത് വെള്ളത്തിൽ പൊക്കോളും. അവർക്ക് അതൊന്നും വിഷയമില്ല. അന്നേരം അവരുടെ കാലിന് നല്ല ബലം വെക്കും. കാലിന് ബലം വെക്കുന്ന ഹെൽത്തിയാണ്. 1 കിലോമീറ്റർ ഓടിയാണ് അവിടെ നടന്ന് തിന്നിട്ട് വന്നത്. നമുക്ക് വേറെ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. വരുമ്പോ ഞാൻ അത് ഇപ്പൊ കാലിനൊക്കെ നല്ല ബലം ഉണ്ടോ? ഞാൻ വൈകുന്നേരം കയറി വരുമ്പോ കാലൊക്കെ ഒന്ന് കഴുകി മോട്ടർ അടിച്ച് കൈ കൊടുക്കും. പാടത്ത് വെള്ളം നിറയില്ലേ, നിറയേണ്ട ഇവര് ഇറങ്ങുമ്പോ വട്ട പിടിക്കും. അപ്പൊ ബ്ലഡ്, അപ്പൊ നമ്മള് ഒരു മരുന്നുണ്ട് ബ്ലഡ് വെക്കാനുള്ളത്, അത് മേടിച്ചു കൊടുക്കും. അതൊന്ന് കാണിക്കാം. ബ്ലഡ് വെക്കാനുള്ള മരുന്നല്ലേ? 3D റെഡ്. കൂടുതൽ ബ്ലഡ് കൊണ്ട് ഈ സാധനം കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ ഇത് കൊടുത്തിട്ട് എങ്ങനെയുണ്ട്? അത് നല്ല ഇതിന് റേറ്റ് എങ്ങനെയാ? റേറ്റ് 190 രൂപ. 190 രൂപയ്ക്ക് നമുക്ക്
ഒരു മാസം കൊടുക്കാൻ പറ്റും ഈ പറഞ്ഞ 3-4 50 മില്ലി കൊടുത്താൽ 50 മില്ലി കൊടുത്താലേ? 50 ഇതിപ്പോ 500 മില്ലി ഉണ്ടല്ലോ. 500 ഉണ്ട്. ഇത് 500 മില്ലി ഇട്ട് 50 മില്ലി കൊടുത്താൽ മതി. അപ്പൊ അത്യാവശ്യം നിൽക്കും അല്ലേ? അത്യാവശ്യം നിൽക്കും. അപ്പൊ കുഴപ്പമില്ല. ഇതെന്തായാലും നല്ല സാധനം കേട്ടോ. അപ്പൊ 3D റെഡ് ഒന്ന് കണ്ടു വെച്ചോ, നല്ലതാണ്, കർഷകർക്ക് ഉപകാരപ്പെടും. ഓക്കെ. അതുപോലെ മറ്റേ തീറ്റ കൊടുക്കുമ്പോ ചില നമുക്ക് ഏറ്റവും കൂടുതൽ ഇടുന്നത് ദഹനക്കേടാ. അതെ അതെ. ദഹനക്കേട് ചെയ്യുമ്പോൾ നമ്മളെന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ശർക്കരയും മറ്റേ ഇഞ്ചി ശർക്കര വെളിച്ചെണ്ണ ഗ്യാസ് പോകാൻ നല്ലതാണ്. അത് അതുകൂടി പിന്നെ ഇഞ്ചിയും നല്ലതാണ്. ശർക്കര അതിനോട് കൊടുക്കും. ശർക്കര കൊടുക്കുന്ന ഏറ്റവും ബെറ്റർ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയില്ല. ഓക്കെ. അപ്പൊ അത് കൊടുക്കുമ്പോഴേ അത് കൊടുക്കുമ്പോൾ ഞാൻ ഇപ്പൊ ഇതാണ് യൂസ് ചെയ്യണം. ഏത് ചിലർക്ക് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്താ ഇങ്ങനത്തെ സാധനം എടുക്കാം. പ്രിംഗിൾസിന്റെ ഒരു സംഭവം ആ സാധനം എടുത്തിട്ട് ഇതിനകത്ത് നമുക്ക് മറ്റേ കുപ്പിയിലാകുമ്പോ പോവിലാണ്. അങ്ങനെ ഇതിനകത്തേക്ക് നിറച്ചിട്ട് ഇവിടെ ചെക്കി പിടിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് പതുക്കെ പശുവിന്റെ മൂക്കാറ് പിടിച്ചിട്ട് ഇതിന്റെ അകത്തേക്ക് കൊടുത്തിട്ട് ഒരു തുള്ളി പുറത്തേക്ക് പോകില്ല. കറക്റ്റ് അകത്തേക്ക് നോക്കും. എല്ലാം കൃത്യമായിട്ട് തുള്ളി പുറത്തു പോകില്ല. ഇതാകുമ്പോ മാവട്ടമുണ്ട് അങ്ങോട്ട് ഒറ്റടിക്ക് പോയി കക്കി കളിയില്ല. ഇനിയും കുറച്ചുകൂടി ഡെവലപ്പ് ആക്കണ്ട. ഞാൻ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും മറ്റു സ്ഥലം നോക്കിയിട്ട് ഇത് നമുക്ക് ഇണങ്ങിയ പരിപാടിയാണ്. അത് ലാഭകരമാണോ? ലാഭകരമാണ്. കാരണം അതെല്ലാം മനസ്സിന്റെ സന്തോഷം കിട്ടും. ലാഭകരം അല്ലാതെ നമ്മള് ഒരാളെ പണിക്ക് നിർത്തിയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നഷ്ടം വന്നത്. ഏറ്റവും കൂടുതൽ നഷ്ടം വന്ന പണിക്കാർ വരുമ്പോൾ പണിക്കാർ അവരെ നിർത്തിയിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുമ്പോ ആദ്യം നമ്മൾ ഈ മേഖലയിലേക്ക് ഇറങ്ങുമ്പോ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ പണി പഠിക്കാന്നുള്ളത് അല്ലെ? കംപ്ലീറ്റ്. പിന്നെ പണി ഇപ്പൊ നിങ്ങൾക്ക് അസുഖം വന്നിട്ട് നമുക്ക് പഠനം അറിയാൻ പറ്റണം. കാര്യം നമ്മൾ ഡെയിലി നോക്കണം. ഏതിലും പറഞ്ഞാൽ വെള്ളം കുടിക്കാണ്ടിരിക്കണ്ടോ, അതിൽ മൂത്രം പോണത് ചിലത് മൂത്രം കാപ്പിക്കടലിൽ പോകും. അത് ശ്രദ്ധിച്ചിരിക്കുന്നില്ല. ഈ മറ്റേ ചെള്ളുപനി നമ്മൾ അറിയില്ല. അത് വരാം. പിന്നെ മഞ്ഞപ്പിത്തം വരാം. അതൊക്കെ വരുമ്പോ പശു തീറ്റ എടുക്കില്ല. ചില പശുക്കൾ തീറ്റ എടുക്കും. പക്ഷെ മന്ദിച്ച് നിർത്തുന്നില്ല. അപ്പൊ തീറ്റ എടുക്കായ്മ അങ്ങനെ സംഭവങ്ങൾ അതെന്താണ് ലക്ഷണം എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് അറിയാം. ഒന്നില് വെള്ളം കുടിക്കൂല. അല്ലെങ്കിൽ ചില പശുക്കള് ചെറുതായിട്ട് തീറ്റ എടുക്കും, വെള്ളം കുടിക്കും. പക്ഷെ മൂത്രം പോണത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാണ്. തൊഴുത്ത് ഇപ്പൊ പണിതിട്ട് എത്ര ആളെ? തൊഴുത്ത് പണിതിട്ട് ഇപ്പൊ 4 വർഷത്തിൽ കൂടുതലായി. ഞാനേ 4 വർഷം മുമ്പ് പണിതാണ്. 4 വർഷം മുമ്പ് പണിതാണ്. 4 വർഷം ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ പണിതാണ്. പക്ഷെ ഇത് നമ്മള് പഴയ ഷീറ്റൊക്കെ ഇട്ട് പണിത് സെക്കൻഡ് നമ്മുടെ ചെലവ് കുറയ്ക്കാൻ വേണ്ടിട്ട്. ഞാൻ പറഞ്ഞ നമ്മൾ ചെറുതായിട്ട് തുടങ്ങിയിട്ട് ഇത് ഡെവലപ്പ് ആക്കാനുള്ള പരിപാടി. ഇനിയിപ്പോ തുടങ്ങുമ്പോൾ നല്ല അതിന്റേതായ വാട്ടറിന്റെ അതൊക്കെ ചെയ്ത് ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സിസ്റ്റം അല്ലേ? അത് ഇവിടെ നമുക്ക് പറ്റില്ല. ഇവിടെ നമുക്ക് ഇനി വേറെ സ്ഥലത്ത് നോക്കണതിന് വേണ്ടിയിട്ടാണ്. ഇച്ചിരി വലിയ രീതിയിൽ ചെയ്യാൻ വേണ്ടി. ഒരു ഏകദേശം എത്ര പശുവൊക്കെ ഉണ്ടാവും? ഒരു 20 പശുവിന്റെ ബഡ്ജറ്റ് ഇട്ടാണ് ടോട്ടലി. 20 പശു വാങ്ങിച്ച് ചെയ്യാനാണ്. ഓക്കെ. അങ്ങനെ ആകുമ്പോ അത്യാവശ്യം നല്ല ലാഭം. അന്നേരം ഒരു പണിക്കാരൻ ഉണ്ടെങ്കിലും നമുക്ക് മെച്ചമാണ്. കാരണം നമ്മൾ നോക്കി നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഇതിനെ കൊണ്ട് മെച്ചമുള്ള പരിപാടി വേറെ ഇല്ല. പക്ഷെ നമ്മള് മടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ചാണകം ഇവിടെ വന്ന് കൊണ്ടുപോകും. അത് മാളയിലുണ്ട് ചേട്ടൻ്റെ. ആ ചേട്ടൻ ഇല്ല പച്ചാനെ പുള്ളി കുഴി തറയുമ്പോ വിളിച്ചാൽ അപ്പം തന്നെ പുള്ളി വന്ന് കൊണ്ടുപോകും. അവിടെ നിന്ന് ഒന്ന് കണ്ടാലോ നമുക്ക്? ഇവിടെ സ്റ്റോറിയാണ്. മഴ കണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ തന്നെ സ്റ്റോറിയാണ്. പിന്നെ കോഴിയൊന്നും കണ്ടാ ഇടുമ്പോ ഒരു പണം ഉണ്ടാവില്ല. പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. അവർക്കും കൊണ്ടുപോകാൻ എളുപ്പമാണ്. ഇതെന്താ? ഇത് ദൃഷ്ടിദോഷം സംഭവിക്കാൻ പോത്തിന്റെ തലയാണല്ലോ. ഇത് പണ്ട് ഇവിടെ ഉള്ളതാണ്. പണ്ട് അമ്മയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ കെട്ടി അവര് വെക്കുമായിരുന്നു. അത് ഇപ്പോഴും നശിക്കാതെ ആദ്യത്തെ ദിവസം അപ്പുറത്തായിരുന്നു. അവിടെ അത് വീണ്. അത് കഴിഞ്ഞ ആഴ്ച വീണത്. ഈ തൊഴുത്തിലപ്പോ നമുക്ക് ശരിക്കും എത്ര പശുക്കളെ നിർത്താം നമുക്കിവിടെ? ഇതിനകത്ത് ഇപ്പൊ 5 എണ്ണത്തിന് നിർത്താം. ഇതിനകത്ത് 5 എണ്ണം നിർത്താം. 5 എണ്ണം കിടക്കാം. കിടക്കാം. അതിന് ജസ്റ്റ് ഇത് നമ്മള് ഈ കറക്കാനും പിന്നെ വൈകിട്ട് വന്ന് കയറി കിടക്കാനും അതിന് മാത്രമാണ് ഈ തൊഴുത്ത് ഇവിടെ. അല്ലാതെ ബാക്കി ഫുൾ ടൈം നമ്മുടെ ഈ പാടത്തും പറമ്പിൽ ഈ പറമ്പിൽ കിടക്കാം. അപ്പുറം പറമ്പുണ്ടല്ലോ അല്ലെ? നമുക്ക് താറാവുകളൊക്കെ ഒന്ന് കണ്ടല്ലോ. താറാവ്, കോഴി, പ്രാവ്. ഇതുവരെ ഇങ്ങനെ മിക്സ് ആയിട്ട് വളർത്തുന്നോണ്ട് ചേട്ടന് എന്താ ശരിക്കും ഒരു ഗുണമായിട്ട് തോന്നുന്നത്? ഇപ്പൊ അതിന് കൊടുക്കുന്ന സാധനം പല ബേസ്റ്റ് ഉണ്ടെങ്കിൽ കോഴികളൊക്കെ ഒന്ന് തിന്നോളും. അതുപോലെ താറാവിനോട് കൊടുക്കുന്ന ബേസ്റ്റ് ഉണ്ടെങ്കിലും അതും ഈ കോഴികളും തിന്നോളും. ഈ കാണുന്ന ആടിന്റെ കൂടെ ആടിന്റെ കൂട്. ആടുണ്ട്. ആടാണ്
പാടത്തോട്ട് പറമ്പ് കൊണ്ട് കെട്ടിയേക്കാം. എത്ര ആടുണ്ട് ഇപ്പൊ? അപ്പൊ 3 എണ്ണം. ആദ്യം 9 ഉണ്ടായിരുന്നു. 9 അപ്പൊ ഞാൻ ഇത് ഈ ആടും പശുവും കൂടി ഇതിപ്പോ എന്റെ ഒരു സംശയമാണ്. നമ്മൾ ഈ ആടും പശുവിനും കൂടി ഒരേ തൊഴുത്ത് കെട്ടാൻ പാടില്ല എന്ന് പറയാം. വിശ്വാസമാണെന്ന് അറിയില്ല. ഇതിപ്പോ ആടും പശുവും കൂടി ഒരുമിച്ച് വളർത്തുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അതില് ആടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ? ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അതൊക്കെ വിശ്വാസങ്ങൾ മാത്രം. ഞാനത് പ്രസവിച്ച് കഴിഞ്ഞ് ഒരു 6 മാസം മുന്നേ കുഞ്ഞുങ്ങളെ കൊടുക്കും. കുഞ്ഞു കൊടുക്കുക. അതാണ് നമ്മുടെ മെയിൻ വരുമാനം. അല്ലാണ്ട് പാല് എടുക്കുന്നില്ല. ഓക്കെ ഓക്കെ. പാല് എടുത്തു കഴിഞ്ഞാലും കുട്ടികളെ നന്നാക്കി എടുക്കാന്നുള്ളത്. കുട്ടികൾ കുടിച്ച് നല്ല ഉഷാറായി കഴിയുമ്പോൾ ആരിലും പേരും കൊടുക്കും. കാണിച്ചു തരാം. ആട് നിപ്പുണ്ട്. കാണുന്ന വഴി അങ്ങോട്ട് മുട്ടയാടല്ലേ? അത് മുട്ടയാട്. ഇത് മുട്ടത്തിന്റെ യാടിന്റെ ബാക്ക് വശം കാണുന്നത്. അവിടെ കുറുക്കനും ഇതൊക്കെ കൊണ്ട് നമ്മുടെ ഈ കുറുക്കൻ ഞാൻ കൂടെ നമ്മുടെ സെറ്റ് ചെയ്താണ്. അല്ല ഇവിടെ ഈ പാടത്ത് പകല് വരില്ല. പകല് അങ്ങനെ വരവ് കുറവാണ്. അവരകത്ത് നിയമ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് കാണാൻ പോണ ആടിനെയാണല്ലേ? ആട് ഇവിടെ അല്ലേ? ഒരു മുട്ടനും 2 മുട്ട. അപ്പൊ 2 മുട്ടനാണ് ആണല്ലേ? അതില് ഇടിയനാന്നല്ലേ? അവൻ ചാടി വരും. അവന് ഇപ്പൊ 8 മാസമായിട്ടുള്ളൂ. 8 മാസം ആയിട്ടുള്ളൂ. 8 മാസം പ്രായമായിട്ടുള്ളൂ. ഓക്കെ. മറ്റേ തള്ള അല്ലേ? മറ്റേ തള്ള. അതിന്റെ ഇപ്പൊ രണ്ടാമത്തെ കുഞ്ഞാണ് ഇതല്ലേ? പെൺകുട്ടിയൊന്നുമില്ല? പെൺകുട്ടിയില്ല. അതിന് പെൺകുട്ടിന്റെ അത് എന്തോ ഇത് പറ്റി ആള് ചത്തുപോയി. ഇത് ആടിന്റെ തീറ്റ അല്ല ശരിക്കും? ആടിന്റെ കോമ്പിലാണ്. അത് വെള്ളത്തിലിട്ട് പോകുമ്പോ കുഴപ്പമില്ല. മറ്റേതാകുമ്പോ അതിനെക്കാട്ടി പിടിക്കും.